നമുക്ക് നമ്മുടെ വചനം പഠനം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അധ്യായം 2, 5, 6 വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ പറ്റുമോ? 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 5, 6 വാക്യങ്ങൾ. പ്രത്യേകിച്ച് ഈസ്റ്ററിനോട് ബന്ധപ്പെട്ട വചനം കൂടി അത്. ഇനിച്ച് വായിച്ചു വന്നു. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 5, 6 വാക്യങ്ങൾ. നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മതി. കർത്താവിൽ വസിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ ആയിരിക്കുക എന്നാണ് 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 5, 6 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കമായി പറയുകയാണെങ്കിൽ, ഉത്തിതനായ കർത്താവിൻ്റെ അഭിഷേകം നമ്മിൽ ലഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുകയും അവിടെ കൂടെ വസിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൽ വസിക്കുക, ദൈവത്തിലായിരിക്കുക എന്ന 2 പ്രയോഗങ്ങളും ദൈവൈക്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവൈക്യത്തെ, ദൈവമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കെന്ത് വേണം? വിശുദ്ധി വേണം, വിശ്വസ്തത വേണം, സ്നേഹം വേണം. ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് കൂടുതൽ ഐക്യപ്പെടണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം. ഇവിടെ മെനയിൻ എന്ന ഗ്രീക്ക് വാക്കാണ് യോഹന്നാൻ ശ്ലീഹ വസിക്കുന്നു എന്നതിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ 112 പ്രാവശ്യമാണ് ആ വാക്ക്, ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടുള്ളത്. യോഹന്നാൻ തന്നെ അലിഖിതങ്ങളിലെ 67 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരെ അവസാനം എന്താ പറഞ്ഞ? നാഥ കൂടെ വസിച്ചാലും. ആദ്യം എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അവർക്ക് അകൽച്ച വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു വ്യക്തിയുടെ അകൽച്ച വന്നു കഴിഞ്ഞാൽ സ്നേഹത്തിലാണോ? അല്ല. അപ്പോ അങ്ങനെ അകൽച്ച വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കൂ? ഇല്ല. പക്ഷേ അകൽച്ച മാറി സ്നേഹത്തിലായപ്പോൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു എന്ന് പറയുന്നത്. സ്നേഹത്തിലായി കഴിഞ്ഞപ്പോൾ നാഥ കൂടെ വസിച്ചാലും എന്ന് പറയാം. അപ്പൊ അവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവനോടുകൂടി സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ഒന്നു ചേരുക എന്നാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവമായുള്ള പരസ്പര സഹവാസതയാണ് ഈ മെനയിൻ എന്ന വാക്ക് പ്രത്യേകമായിട്ടും ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈശോ ദൈവശാസ്ത്രന്മാർ പറയുകയാണ്, ഈ ദൈവികമായ സഹവാസം, അവനിൽ വസിക്കുക അല്ലെങ്കിൽ ദൈവത്തിലായിരിക്കുക, ഈ സഹവാസത്തെ ഉപയോഗിക്കാനായിട്ട് ഈ വാക്ക് 3 വിധത്തിൽ ഉപയോഗിക്കും. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള സഹവാസം. സഹവസിക്കുക എന്ന് പറയുമ്പോൾ കൂടെ ആയിരിക്കുക, കൂടെ നടക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈശോയും ശിഷ്യന്മാരും 3 വർഷം കൂടെ നടന്നവരാ, അവിടുത്തെ അറിഞ്ഞവരാ, അവരവിടുത്തെ സ്നേഹം അനുഭവിച്ച് ആ അഭിഷേകത്തിൽ ജീവിച്ചവരാ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 56-ാം വാക്യം എടുത്ത് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 56-ാം വാക്യം. ആരും ബൈബിളൊക്കെ ഉപേക്ഷിച്ചോണോ? ഈസ്റ്റർ കഴിഞ്ഞോടി ബൈബിളൊക്കെ വേണ്ടാന്ന് വെച്ചു.
അപ്പൊ കൂടെ വസിക്കണമെങ്കിൽ എന്ത് വേണം? അവന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം. അത് അന്ന് ശിഷ്യന്മാർ പറഞ്ഞെങ്കിലേ ഇന്നിപ്പോ നമ്മളെ എങ്ങനെ കൂടെ വസിക്കണേ? പരിശുദ്ധ കുർബാന. കൂടെ വസിക്കാനായിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പരിശുദ്ധ കുർബാന. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതല്ല, വചനം പറഞ്ഞതാ. അതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി ഉടമ്പടി എടുത്താലും അതിൻ്റെ അപ്പുറത്തൊന്നും ആവില്ല. അപ്പൊ കൂടെ വസിക്കാനായിട്ട്, അവന്റെ രക്തത്തില് അവന്റെ ശരീരത്തില് പങ്കുപറ്റാനായിട്ട് ഒറ്റൊരു കാര്യമുള്ളൂ, പരിശുദ്ധ കുർബാന. ശിഷ്യന്മാരും യേശുവും സഹവസമയത്ത് ആണ് യേശു കാര്യം പറഞ്ഞത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 15:45 വാക്യം, 15:45. അല്ല, 15:5, 15:4, 15:4, 5 പറയണേ, 45 അല്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ വളരെയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയില്ല, കുർബാനക്കിട്ട് പോവില്ല, പകുതി കുർബാനക്കിട്ട് കാണുകയും ചെയ്യും. എല്ലാം വസിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാന ആണ്. ഈശോ ഒന്നാമത്തെ സഹവാസിനെ കുറിച്ചിട്ട് പറയുന്നത് ഈശോയും ശിഷ്യന്മാർ തമ്മിലുള്ള സഹവാസം. രണ്ടാമത്തെ സഹവാസം പിതാവായ ദൈവവും ഓരോ ക്രൈസ്തവനും ഓരോ വിശ്വാസിയും തമ്മിലുള്ള സഹവാസം. 1 യോഹന്നാൻ 3:24 പറയുന്നുണ്ട്. 3 സഹവാസങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള സഹവാസം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ആ സഹവാസം ഇപ്പോൾ ലഭിക്കുന്നു. രണ്ടാമത്തെ സഹവാസം പിതാവായ ദൈവവും ഓരോ വിശ്വാസി തമ്മിലുള്ള സഹവാസം. 1 യോഹന്നാൻ 3:24. പിതാവായ ദൈവം നമ്മിൽ സഹവസിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചപ്പോൾ കേട്ടതുപോലെ സഹായകനായ ആത്മാവ്, പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ്. കാരണം പിതാവിനെ നമ്മിലേക്ക് നേരിട്ട് നമുക്ക് അതിൽ വസിക്കാൻ സാധിക്കില്ല, പുത്രൻ വഴിയായിട്ടാണ് സാധിക്കുക. അതുകൊണ്ട് ഇവിടെ സഹായകനായ പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ് പിതാവായ ദൈവം ഓരോ വിശ്വാസികളും വസിക്കുന്നത്. 4-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. 1 യോഹന്നാൻ 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മതി. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനില് പിതാവ് വസിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് നേരിട്ട് പിതാവിൽ വസിക്കാൻ പറ്റില്ല. പക്ഷെ യേശുവിലൂടെ പിതാവായ ദൈവത്തെ, യേശു ഏകരക്ഷകൻ എന്ന് ഏറ്റുപറയുന്ന ഏതൊരു വിശ്വാസിയിലും പിതാവ് വസിക്കുന്നു. ഒന്നാമതായിട്ട് യേശു ശിഷ്യന്മാരുടെ സഹവാസം. 2, പിതാവായ ദൈവവും ഓരോ വിശ്വാസിയും തമ്മിലുള്ള സഹവാസത്തെ പറ്റിയുള്ള പ്രായോഗികമായ വശമാണ് ഇവിടെ പറയുന്നത്. 3-ാമതായിട്ട് പിതാവും പുത്രനും ഒരു വിശ്വാസിയും തമ്മിലുള്ള സഹവാസം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചതാ അല്ല, 23-24.
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന വചനം എൻ്റെതല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ആണ്. അപ്പൊ പിതാവായ ദൈവം പുത്രനും ഓരോ വിശ്വാസികളെ വസിക്കുന്നത് എങ്ങനെയാണ്? വചനം പാലിച്ചിട്ട്. അപ്പൊ 3 സഹവാസങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതാണ് യുദ്ധത്തിനായ കർത്താവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞിട്ടുള്ള 3 സഹവാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. 1, ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള സഹവാസം പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നു. 2, പിതാവായ ദൈവവും ഓരോ വിശ്വാസി തമ്മിലുള്ള സഹവാസം. 3, പിതാവും പുത്രനും ഓരോ വിശ്വാസി തമ്മിലുള്ള സഹവാസം. 3 സഹവാസങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. ഇനി ദൈവവുമായിട്ടുള്ള ഈ സഹവാസത്തിന്റെ മാനദണ്ഡങ്ങളിലെ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമ്മളത് വായിച്ചതാ ലേഖനത്തിൽ. ഒന്ന് വായിച്ചതോ ഉറക്കെ. വചനം പാലിക്കുക. ഒന്നാമത്തെ കാര്യങ്ങൾ, ഈ സഹവാസത്തിന്റെ പൂർത്തീകരണത്തിനെങ്കിൽ 2 കാര്യങ്ങൾ വേണം. 1, വചനം പാലിക്കണം. 2:6 പറയുന്നുണ്ട്, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുക. വേറെ വഴിക്കല്ല, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുക. 2 കാര്യങ്ങളാണ് ദൈവൈക്യ സഹവാസവുമായിട്ട് നമുക്കുണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ടത്. അതിൽ ഒന്നാമത്തെ വചനം പാലിക്കണം. വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിനനുസൃതമായിട്ട് ജീവിക്കുക എന്നർത്ഥം. വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിന് അനുസൃതമായിട്ട് പാലിക്കുക. അതെങ്ങനെയാ ദൈവഹിതത്തിന് അനുസൃതമായിട്ട് പാലിക്കാൻ സാധിക്കുക? വചനം ദൈവത്തിൻ്റെ സംസാരമാണ്, അല്ലേ? ദൈവം പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിച്ച് ഓരോ വ്യക്തികൾക്ക് കൊടുത്തതാണ് വചനം. അപ്പൊ ദൈവവചനം ദൈവത്തിൻ്റെ സംസാരമാണ്. രണ്ടാമതായിട്ട് ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തലാണ് ദൈവവചനം. ആണ് വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രായോഗിക തലമാണ് വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സെൻസാണ് എന്ത്? കൽപ്പന പാലിക്കുക. ദൈവം നൽകിയിട്ടുള്ള 10 കൽപ്പനകളും പാലിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ വചനം പാലിക്കുക എന്ന് പറയുകയാണെങ്കിൽ കൽപ്പന പാലിക്കുക എന്നർത്ഥം. ഇനി 14-ാമത്തെ അധ്യായം അതിൽ തന്നെ 14-ാമത്തെ 23-ാമത്തെ വാക്യം. എൻ്റെ വചനം പാലിക്കും. അപ്പൊ ദൈവൈക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഐക്യ, ആ സഹവാസമാണ്. ആ സഹവാസം പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ വചനം പാലിക്കുക, കൽപ്പന പാലിക്കുക. ഇനി രണ്ടാമതായിട്ട് അതിന് മാനദണ്ഡ കാര്യങ്ങൾ, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുക. അവനെന്ന് ഉപദേശിക്കുന്ന ഇവിടെ എന്താണ്? ഈ യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ അധ്യായം 1-ാം ലേഖനത്തിൽ 1 യോഹന്നാൻ 1 ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരാ? ഈശോ. എക്കൈനോസ് എന്ന ഗ്രീക്ക് പദമാണ് അതിനായിട്ട് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എക്കൈനോസ്. അതിൽ ഈശോ മിശിഹായാണ് എക്കൈനോസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. പലർക്കും ചോദിക്കാം, അവൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഈശോ ആവണ്ട പിതാവായ ദൈവമായിക്കൂടെ?
പിതാവായ ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് ആ ഗ്രീക്ക് പദമാണ് ഔത്തോസ്. ഔത്തോസ്, ഔഷധത്തിൻ്റെ ഔത്തോസ്, അതാണ് ദൈവത്തെ സൂചിപ്പിക്കാനായിട്ടുള്ള ഗ്രീക്ക് പദം. ഇവിടെ എക്കനേസ് എന്ന ഗ്രീക്ക് പദമാണ് അവൻ എന്ന് ഉപയോഗിക്കാനായിട്ട്. അത് മലയാളത്തിലേക്ക് വന്ന് തർജ്ജമ വന്നപ്പോഴുള്ള വ്യത്യാസമാണത്. അത് ഈശോമിശിഹയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈശോമിശിഹ നടന്ന വഴിയിലൂടെ നടക്കാനുള്ള ആഹ്വാനമാണ്. രണ്ട് മാനദണ്ഡങ്ങളാണ്. ഒന്ന്, വചനം പാലിക്കുക. രണ്ട്, ഈശോ നടന്ന വഴിയിലൂടെ നടക്കുക. ഈശോ നടന്ന വഴി എന്ത് വഴിയാ? എന്ത് വഴിയാ? ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോ നടന്ന വഴി എന്ത് വഴിയാ? ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോയുടെ വഴി, ഒന്നാമത്തെ വഴി സ്നേഹത്തിൻ്റെ വഴി. രണ്ടാമത്തെ വഴിയാ സഹനത്തിൻ്റെ വഴി. ഈ രണ്ട് വഴിയും നമ്മോട് ഈശോ ആവശ്യപ്പെടുന്നതാ. കുരിശിൻ്റെ വഴിയിലൂടെ ഈശോ കടന്നുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? സ്നേഹം ഉണ്ടെങ്കിലാണ് അവിടെ എന്തുള്ളോ? സഹനമുള്ളൂ. ഈശോക്ക് നമ്മളുടെ സ്നേഹം വഴിയായിട്ടാണ് ഈശോ കുരിശിൽ മരിക്കാനായിട്ട് തയ്യാറായത്. ഇപ്പൊ സ്നേഹമുള്ളത്തോടത്ത് മാത്രമാണ് സഹിക്കാനായിട്ട് തയ്യാറാവുള്ളൂ. നമ്മുടെ ഇത് സഹനം വരുമ്പോൾ നമുക്ക് ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കും, ഇല്ലെങ്കിലാ പിറുപിറുക്കും, ഈശോയെ പഴി പറയും. മറ്റേ കള്ളം ചെയ്ത പോലെ. നല്ല കള്ളം എന്താ ചെയ്തേ? ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന് പറഞ്ഞു, സ്വർഗീയ പറുദീസ കിട്ടി. അപ്പൊ ഈശോ പറയുന്ന കൽപ്പന, വചനം പാലിക്കലെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക, ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. രണ്ടാമതായിട്ട് സഹിക്കുക. ആ സ്നേഹങ്ങളോർത്താണ് സഹനത്തിന് വിലയുള്ളൂ. സഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തമാവുമ്പോൾ നമുക്ക് എന്താ സഹിക്കാനായിട്ട് ഒരു മടിയില്ല. നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലാ നമ്മൾ സഹിക്കുമോ? ഇല്ല, നമ്മളാരും തയ്യാറാവില്ല. ഇപ്പൊ വഴിയിൽ കിടക്കുന്ന ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. ആളെ കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോയി ശുശ്രൂഷിക്കാനോ നോക്കാനോ ഞാൻ തയ്യാറാവോ? ഇല്ല, എൻ്റെ ആരുമല്ല. പക്ഷേ നമ്മുടെ അപ്പനും അമ്മയാണെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ, ഭാര്യ ഭർത്താവ് ആണെങ്കിൽ നമ്മൾ എത്ര ഉറക്കൊളിച്ചാലും നോക്കോ? അപ്പൊ സ്വന്തമായി കാണുമ്പോഴാണ് സഹിക്കാനായിട്ട് നമുക്ക് ഒരു മടിയില്ല. അപ്പൊ സഹനം വരുമ്പോൾ ഈശോ എന്താ ആഗ്രഹിക്കണേ? സഹനം വരുമ്പോൾ, നമുക്ക് സഹനം തരുമ്പോൾ ഈശോ എന്താ ആഗ്രഹിക്കണേ? ഈശോ നിന്നെ എന്താ സ്വന്തമാകാനായിട്ട് ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ സഹനം തരുമ്പോൾ ഈശോ നിന്നെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മളാ. സഹനം വരുമ്പോൾ ഇതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് ഈശോ പൊക്കോളും. പെറുപെറുത്ത് കഴിഞ്ഞാൽ, പരാതി പറഞ്ഞ, മറ്റേക്കളൻ അതല്ല ചെയ്തത്. പറുദീസ കിട്ടിയ, ഈശോ കൂടെ ആയിരിക്കാൻ ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ച ഇല്ല. നല്ല കള്ളന് ആ കുരിശിൽ കിടന്നു അവൻ ഈശോയിലേക്ക് നോക്കി അവനെ ഈശോയെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ദൈവശാസ്ത്രന്മാർ പറയുന്നത് സ്വർഗം കട്ടെടുത്ത കള്ളനാന്നാ. സ്വർഗം കട്ടെടുത്തു,
ഈശോയും കെട്ടെടുത്തു, സ്വർഗത്തെയും കെട്ടെടുത്തു. നല്ല കള്ളനായി. അവൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവന് കിട്ടിയ ശിക്ഷ അവൻ അനുഗ്രഹമാക്കി മാറ്റി. നമുക്ക് സ്വർഗം, നമുക്ക് സഹനം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈശോ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് നമ്മൾ സഹനം സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. നല്ല കള്ളനെ പോലെ. നേരെ മറിച്ച് പരാതിയും പരിഭവമുണ്ട്, ഇവനെ തന്നെ രക്ഷിക്കാൻ പറ്റണില്ല, പിന്നെ നീയാണോ എന്നെ രക്ഷിക്കാൻ പറ്റണേ? നമ്മളും ചോദിക്കും, കർത്താവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതെനിക്ക് തന്നത്? ഈശോ കുറച്ച് ചീത്തയും പറയും. നാളോട് ഞാൻ പള്ളിയും പോകണില്ല എന്നും പറയും, കുർബാനയ്ക്കും പോകണില്ല, ഇനി കുമ്പസാരിക്കണോ ഇല്ല. ആർക്ക് നഷ്ടമായി? നമുക്ക് നഷ്ടമായി. ആരെ നഷ്ടമായി? ഈശോയെ നഷ്ടമായി. ഇപ്പൊ കൂടെ വസിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം, സഹനത്തിൻ്റെ അഭിഷേകം ഈശോ നമ്മളിലേക്ക്. അതിപ്പോൾ സഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും രോഗം വരുന്നതാണെന്ന്. ആണോ? ആണോ? അല്ല. ഞാൻ പോണ വഴിക്ക് പച്ചക്കറിന് പറയാൾ പറഞ്ഞാലും അതും വലിയ സഹനാണ്. ഞാൻ ചെയ്യാത്ത കാര്യത്തെ കുറിച്ചിട്ട് എന്നെക്കുറിച്ച് വിമർശനം പറയുമ്പോഴും അതും സഹനാണ്. അല്ലെങ്കിൽ ഞാനൊരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് തിരിച്ചെനിക്ക് കുത്തുവാക്ക് കിട്ടുമ്പോഴും അതും സഹനാണ്. സഹനത്തിന് 3 തലമുണ്ട്, അറിയാലോ. ഒന്ന് മാനസികമായ തലം, ശാരീരികമായ തലം, ആത്മീയമായ തലം. ആത്മീയ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ രക്തം വിയർത്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഉത്തമനായ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട്, അഭിഷേകം ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.